ഓം ശാന്തി. ഞാൻ ഒരു ദിവ്യ ജ്യോതി ആത്മാ. നിർവാണധാം പരമധാമത്തിൽ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതമായിരിക്കുന്നു. ഞാനൊരു തേജസ്വി നക്ഷത്രം പോലെ ഈ പാവന പരമധാമ പവിത്രതയുടെ സൂര്യനായ പാരസ്നാഥ ശിവബാബയുടെ സമീപമിരിക്കുന്നു. പരമാത്മാ സാന്നിധ്യത്തിൽ എൻ്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു. ഒരു വ്യർത്ഥ സങ്കല്പം പോലുമില്ല. മനസ്സിൽ ശുദ്ധ സങ്കല്പങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമധാമത്തിൽ കേവലം ഞാൻ ദിവ്യ ജ്യോതി ആത്മാ. എൻ്റെ കൂടെ പരം ജ്യോതി ശിവബാബ. ഞാൻ ശിവബാബയുടെ തേജോമയ രൂപത്തെ മനസ്സു നിറയെ കണ്ടുകൊണ്ടിരിക്കുന്നു. പരമാത്മ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു. അളവറ്റ സ്നേഹം അനുഭവം ചെയ്യുന്നു. സർവശക്തിവാൻ ശിവബാബ ഒരു കാന്തം പോലെ എന്നെ തൻ്റെ നേരെ ആകർഷിക്കുകയാണ്. ഞാൻ ഒരു ഞൊടിയിടയിൽ ബാബയുടെ സമീപമെത്തുന്നു. ബാബയോട് കമ്പൈൻഡ് ആയിരിക്കുന്നു. പാരസ്നാഥ ശിവബാബയുടെ അലൗകിക സ്പർശത്താൽ ഞാൻ ആത്മാവ് കഞ്ചനമാകുന്നു. ശുദ്ധവും നിർമ്മലവും സമ്പൂർണ്ണ പവിത്രവുമായി തീരുന്നു. പ്യുവർ ഗോൾഡായി തീരുന്നു. എൻ്റെ ബുദ്ധിയും പാറസായി തീരുന്നു. ഞാൻ പാറസ് ബുദ്ധി ആത്മാവാണ്. സർവ പരമാത്മാ ഗുണങ്ങളും ശക്തികളും സ്വയത്തിൽ നിറച്ച് സമ്പൂർണ്ണ നിർവികാരി, സമ്പൂർണ്ണ പവിത്രമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പാറസ് ബുദ്ധി ആത്മാവിന് വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളെയും പത്തർ ബുദ്ധിയിൽ നിന്നും പാറസ് ബുദ്ധിയാക്കണം. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കണം. ഈ സങ്കല്പത്തോടെ ഞാൻ പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി പവിത്രതയുടെ ഗോൾഡൻ കിരണങ്ങൾ വായുമണ്ഡലത്തിൽ വ്യാപിപ്പിച്ച് പതുക്കെ പതുക്കെ താഴേക്കിറങ്ങി സാകാരവദനത്തിലെത്തുന്നു. ഈ സ്ഥൂല ശരീരത്തിൽ ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനാകുന്നു.
ഇപ്പോൾ ഒരേ ഒരു വിചാരം മാത്രമാണ്, ഞാൻ പാറസ് ബുദ്ധി ആത്മാവാണ്. ശുദ്ധ സമ്പൂർണ്ണ പവിത്രാത്മാവാണ്. സദാ സമർത്ഥ സങ്കല്പം മാത്രം ചെയ്യുന്നു. ഞാൻ പാറസ് ബുദ്ധി ആത്മാ. എന്റെ സമർത്ഥ സങ്കല്പത്തിലൂടെ നെഗറ്റീവ് വായുമണ്ഡലത്തെ പോസിറ്റീവായി പരിവർത്തനം ചെയ്യുന്നു. ഇപ്പോൾ ഏത് സംസ്കാരത്തിലുള്ള തമോ ഗുണി ആത്മാവായാലും പവിത്ര സംഘത്തിന്റെ നിറത്താൽ സദോ ഗുണിയാകുന്നു. ലോഹത്തിൽ നിന്നും സത്യസ്വർണമായി മാറുന്നു. ഞാൻ പാറസ് ബുദ്ധി ആത്മാ എന്റെ ശ്രേഷ്ഠ സങ്കല്പം, വചനം, കർമ്മം, ദൃഷ്ടി, സംബന്ധ സമ്പർക്കത്തിൽ സർവ ആത്മാക്കളെയും പാറസ് ബുദ്ധിയാക്കുന്നു. സർവ ആത്മാക്കളുടെയും ജീവിതം കൗടിയിൽ നിന്നും വജ്രതുല്യമാക്കുന്നു. സർവരെയും സുഖികളാക്കുന്നു. ഞാൻ ഈ പഴയ ലോകത്തെ പാറസ്പുരിയാക്കാനുള്ള സേവയിലാണ്. ഞാൻ പാറസ് നാഥ് ശിവബാബയുടെ സഹായിയാണ്. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, കുട്ടികളെ, നിങ്ങൾ പാവന ലോകത്തേക്ക് പോവുകയാണ്. അതിനാൽ കാമമാകുന്ന ശത്രുവിന്റെ മേലെ വിജയിയാകൂ. ഞാൻ ഹംസമാണോ കൊറ്റിയാണോ എന്ന് എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നു. ഹംസമായി ആർക്കും ദുഃഖം നൽകില്ല. പവിഴ ബുദ്ധിയായി എല്ലാവരെയും പവിഴ ബുദ്ധിയാക്കുന്ന സേവ ചെയ്യുന്നു. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവ്, ശാന്തി സാഗര ബാബയുടെ കുട്ടിയാണ്. സ്വർഗം സ്ഥാപിക്കുന്ന ബാബ എന്നെ പവിത്രവും ശാന്തസ്വരൂപവുമാക്കി മാറ്റുന്നു. മുഖ്യമായ കാര്യം പവിത്രതയാണ്. ബാബ പറയുന്നു, കാമമാകുന്ന വികാരത്തെ ജയിക്കൂ. എല്ലാവരും പാപാത്മാക്കളായതിനാൽ ലോകത്തിൽ നിലവിളിയുണ്ടാകുന്നു. ബാബ വന്നിരിക്കയാണ് പാപങ്ങളിൽ നിന്നും മുക്തമാക്കാൻ, ആത്മാക്കളെ പവിത്രമാക്കി ദേവതയാക്കാൻ. ഞാൻ തികച്ചും വിവേകശൂന്യനായി മാറിയിരുന്നു. ഭഗവാൻ വിവേകശാലിയാണ്, നോളഡ്ജ്ഫുള്ളാണ്. ഞാൻ കല്ലുബുദ്ധിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹംസവും കുറ്റികളും ഉണ്ടായിരിക്കും. ഹംസമായവർ ആർക്കും ദുഃഖം കൊടുക്കില്ല. കുറ്റികൾ ദുഃഖം മാത്രം നൽകുന്നു. ഞാൻ ഈ ഒരു ജന്മത്തിൽ പാവനമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബ അനാദിയാണ്, ആത്മാക്കളും അനാദിയാണ്. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. എനിക്ക് പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടണം. ബുദ്ധിയിൽ പരിധിയുള്ള ഇച്ഛകളുണ്ടെങ്കിൽ മായ ഏതെങ്കിലും പ്രകാരത്തിൽ ചതിക്കുന്നു. പിന്നീട് ബാബയുടെ ഹൃദയത്തിൽ കയറാൻ
സാധിക്കില്ല. മായയുടെ ചതിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇച്ഛ എന്താണെന്നുള്ളതിൽ അവിദ്യരായിരിക്കണം. ഈ അഴുക്കു ലോകത്തോട് മമത്വമുണ്ടാകരുത്. പവിത്രതയുടെ പൂർണ്ണമായ തെളിവ് ബാബയ്ക്ക് നൽകണം. ഏറ്റവും ഉയർന്ന സ്വഭാവം തന്നെ പവിത്രതയാണ്. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ത്രികാലദർശി സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സദാ അചഞ്ചലവും സാക്ഷിയുമായിരിക്കുന്നു. നമ്പർ 1 ഭാഗ്യശാലിയാകുന്നു. ഇതെന്തുകൊണ്ട്, ഇതെന്താ എന്ന ചോദ്യത്തിനു പകരം ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഒന്നും പുതിയതല്ല. ഓരോ ആത്മാവിൻ്റെയും പാർട്ടിനെ നല്ല രീതിയിൽ അറിഞ്ഞ് പാർട്ടിലേക്ക് വരുന്നു. ആത്മാക്കളുടെ സംബന്ധ സമ്പർക്കത്തിൽ നിർമോഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാനതയുണ്ടാകുന്നു. സദാ അചഞ്ചലവും സാക്ഷിയുമായിരിക്കുന്നു. ഇതാണ് നമ്പർ 1 ഭാഗ്യശാലി. സഹനശീലതയുടെ ഗുണത്തെ ധാരണ ചെയ്യൂ എങ്കിൽ ശീതളമായി മാറും. അവ്യക്ത സൂചനയാണ് മുക്തിയും ജീവൻ മുക്തിയും എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. മുക്തി, മുക്ത ജീവിതം, ഇതിൻ്റെ അനുഭവം ഇപ്പോൾ ബ്രാഹ്മണ ജീവിതത്തിൽ ചെയ്യണം. ഓ ശാന്തി.